ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു പാഠമാണ് പറയാൻ പോകുന്നത്. നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യണേ അല്ലേ? എല്ലാവരും പറയും, കഷ്ടത വരുമ്പോൾ നമ്മൾ പറയും, എന്തുകൊണ്ടാണ് ദൈവം എന്നോട് മാത്രം ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്? നമ്മൾ വിശ്വസിക്കുന്നതാണ് അല്ലേ, മുൻജന്മത്തിൻ്റെ കാര്യം നമ്മൾ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതൊക്കെ നമുക്ക് പൂർവ്വജന്മം ഉണ്ടായിട്ടുണ്ട്. ആ പൂർവ്വജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും പാപങ്ങൾ കൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ സംഭവിക്കണേന്ന് നമ്മൾ അല്ലേ. അപ്പോൾ അത് ഒരു പ്രാവശ്യം ശ്രീകൃഷ്ണനോട് ധൃതരാഷ്ട്രം ചോദിച്ചു, ഞാൻ എന്താണ് ഇങ്ങനെ കണ്ണു പൊട്ടണം, എൻ്റെ മക്കൾ 101 പേരുണ്ടായിട്ട് എല്ലാവരും ഒരുപോലെ യുദ്ധം കഴിഞ്ഞപ്പോൾ മരിച്ചു പോകാൻ ഇടയായത്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ പറഞ്ഞ എന്താ അറിയോ, ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പണ്ട് ചെറുപ്പകാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു നദിക്കരയിലിരിക്കുന്ന ഒരു സീനാണ്. നദിക്കരയിലിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരു നദിക്കരയിലുള്ള അരയന്നത്തിൻ്റെ ഒരു അവൻ ആ കുട്ടിയുടെ ആളുടെ ചെറുപ്പക്കാരൻ്റെ ഒരു കൗതുകം കൊണ്ടോ അയാളുടെ ഒരു ചില ആൾക്കാരുണ്ടല്ലോ ഈ ബാക്കിയുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അടയിരിക്കുന്ന അരയന്നമാണ് കേട്ടോ, മുട്ടയുടെ മേലെ അടയിരിക്കുന്ന അരയന്നത്തിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്ന് പറയും. അത് കാണിക്കുകയാണ്, അത് കണ്ണ് കുത്തി പൊട്ടിക്കുന്നത്. പിന്നെ അതിന് ശേഷം കുറേ മുട്ടകളുണ്ടായിരുന്നു, 101 മുട്ടകളുണ്ട്. ആ 101 മുട്ടകളും എറിഞ്ഞുടയ്ക്കണതും അത് കാണാം. അപ്പോൾ അത് മുൻജന്മത്തിൽ ധൃതരാഷ്ട്രം ചെയ്ത ഒരു പാപമാണ്. ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് അത്രേ ധൃതരാഷ്ട്രം കണ്ണപ്പൊട്ടനായി ജനിച്ചതും. മാത്രമല്ല, കുട്ടികൾ 101 പേരുണ്ടായ മക്കൾ മുഴുവനും യുദ്ധത്തിൽ മരിക്കാനിടയായി. അപ്പോൾ അത് മുൻജന്മ പാപത്തിൻ്റെ ഫലമാണ്. അങ്ങനെ പലരും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ആ നല്ല കാര്യത്തിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടും. അത് എപ്പോഴെങ്കിലും കിട്ടും, എപ്പോൾ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ചിലർക്ക് നല്ല ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പം തന്നെ ഫലം കിട്ടും, പക്ഷെ ചിലർക്ക് കിട്ടുന്നത് കുറച്ച് വൈകിയായിരിക്കും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ദോഷം ചെയ്താലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരും, അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആലോചിക്കുക, എന്ത് ചെയ്യുമ്പോഴും ഇത് നല്ലതാണോ ചെയ്യുന്നത്, ഈ പ്രവൃത്തി ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ഗുണം ഉണ്ടാവും, ആർക്കെങ്കിലും ദോഷം ഉണ്ടാവും. ദോഷമുള്ള കാര്യങ്ങൾ കഴിയണതും ഒഴിവാക്കുക. ജീവിതത്തിൽ കഴിയണതും ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ്.